മതത്തിനും ജാതിക്കും അപ്പുറം ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശപ്പകറ്റി മൂന്നാക്കൽ പള്ളിയിലെ അരി വിതരണം നൂറ്റാണ്ട് പിന്നിട്ട് തുടരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച കഞ്ഞിവെച്ച് പാർച്ച എന്ന പതിവാണ് ഇപ്പോഴും അരി വിതരണമായി തുടരുന്നത്. 5 ചാക്ക് അരിയിൽ തുടങ്ങിയ അരി വിതരണം ഇന്ന് 1500 ചാക്ക് പിന്നിട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മലപ്പുറം എടയൂർ മൂന്നാക്കൽ പള്ളിയിൽ പട്ടിണിക്കാലത്ത് മനുഷ്യന്മാർക്ക് അന്നം നൽകുന്ന ഒരു പതിവ് ആരംഭിച്ചു. കഞ്ഞിവെച്ച് പാർച്ച എന്ന പതിവ് ആരംഭിച്ചത് ദാരിദ്ര്യം നടമാടിയ പട്ടിണിക്കാലത്തായിരുന്നു. ജാതിമത ചിന്തകൾക്കപ്പുറം മനുഷ്യരുടെ വിശപ്പകറ്റുന്നതായി കഞ്ഞിവെച്ച് പാർച്ച. നേർച്ചയായി കിട്ടുന്ന അരി ഉപയോഗിച്ചായിരുന്നു അന്ന് കഞ്ഞി തയ്യാറാക്കി വിളമ്പിയിരുന്നത്. പാത്രങ്ങളുമായി മൂന്നാക്കൽ പള്ളിയുടെ പടികടന്നെത്തുന്ന ഒട്ടനവധി മനുഷ്യന്മാർക്ക് വിശപ്പടക്കാൻ അത് വലിയ ആശ്വാസമായി. കാലചക്രം മുന്നോട്ട് കുതിച്ചു. പക്ഷേ അന്നദാനത്തിന് മുടക്കം വരുത്തിയില്ല മൂന്നാക്കൽ മഹല്ല് കമ്മിറ്റി. എടയൂർ മൂന്നാക്കൽ പള്ളിയിലേക്കുള്ള പ്രധാന നേർച്ച അന്നും ഇന്നും അരി തന്നെയാണ്. വിശ്വാസികൾ നേർച്ചയാക്കുന്ന ഈ അരിയാണ് ആദ്യകാലങ്ങളിൽ കഞ്ഞിവെച്ച് നൽകിയിരുന്നത്. ഇന്ന് അരിയായി തന്നെ വിശ്വാസികൾക്ക് നൽകുന്നു. സാധാരണ മാസങ്ങളിൽ ഒന്നിടവിട്ട ഞായറാഴ്ചകളിലും റമദാൻ മാസത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും അരി വിതരണമുണ്ടാകും. ഈ അരി കൊടുക്കൽ തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തിന്റെ മേലായിട്ടുണ്ടാവും. ഒരു വീടുകൾ മഹലിൽ 10 കിലോന് 12 കിലോ വെച്ച് കൊടുക്കുന്നുണ്ട്. പുറം നാട്ടുകൾക്ക് 8 കിലോ വെച്ച് കൊടുക്കുന്നുണ്ട്, 10 കിലോ വെച്ച് കൊടുക്കുന്നുണ്ട്. എത്തുന്നത് ഓരോരുത്തരെ നേർച്ചയാക്കി വരുന്ന അരിയാണ്. ഓരോരുത്തർ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ നേർച്ച ചെയ്ത് വരുന്ന അരികളാണ്. അത് തയ്യാത്തുമ്പോൾ മഹലിൽ പള്ളിയിൽ വരുന്ന കാശ് എടുത്തിട്ട് അരി മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു 20,000 കാർഡിൻ്റെ അടുത്തുണ്ട് ഏകദേശം. അതായത് 20 പഞ്ചായത്ത് 200 മഹല്ലുകൾക്കുണ്ട് അരി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുരുങ്ങിയത് 20,000 കുടുംബങ്ങൾക്കാണ് ഈ അരി കൊടുക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ 15-ാം ദിവസം കൂടുമ്പോൾ അരി ഇവിടെ വന്ന് ചേരും. അത് ഇവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ബാലൻസ് വരുന്ന അരി പിറ്റത്തെ ആഴ്ചയിൽ കൂട്ടി കൊടുക്കും. അത് ഇപ്പോൾ ഇന്ന് 10 കിലോ പുറത്തേക്ക് മഹല്ലിലേക്ക് 12 കിലോ അങ്ങനെ എല്ലാ പ്രാവശ്യം. റംസാനായിട്ട് അരി കൂടുതലാണ്, കൂടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യും. അത് അതാത് മഹല്ലുകൾ ആളുകൾ കണ്ടെത്തുന്നതാണ്. നമ്മൾ മഹല്ല് കണ്ടെത്തുന്നില്ല. അതാത് മഹല്ലിലെ ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. എല്ലാ ഇപ്പോൾ കാർഡ് കൂടി. ആദ്യം എല്ലാ ആഴ്ച ഉണ്ടായിരുന്നു. ആദ്യം മഹല്ലും എടുത്തുള്ള മഹല്ലും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അരി വിതരണമുള്ള ദിവസങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ മൂന്നാക്കൽ പള്ളിയിലേക്കുള്ള വഴി ജനനിബിഡമായിരിക്കും. ആദ്യകാലങ്ങളിൽ 5 ചാക്ക് അരിയാണ് വിതരണം ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് ഓരോ ഞായറാഴ്ചയും 1500 ചാക്ക് അരി വരെയാണ്. അരിയുടെ ലഭ്യതയനുസരിച്ച് 5 മുതൽ 10 കിലോ വരെ ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കും. നല്ലതാണ്, ഞങ്ങൾക്ക് നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല സന്തോഷമാണ്. എത്ര വർഷമായി അരി വാങ്ങുന്നത്? ഞങ്ങള് വർഷം പറഞ്ഞാൽ ഒരു 10-20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളതോ? നിങ്ങളുടെ സ്ഥലം എവിടെ? CK-പാറ. എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ടോ ഇവിടെ അരിക്ക്? എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. എത്ര ആൾക്കാരുണ്ടാവും? ഏകദേശം 10-18,000 ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ അരി കിട്ടുന്നത് സന്തോഷമാണ്? സന്തോഷം, നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക്. എന്നും ഈ പള്ളിക്കോട് നല്ല അഭിമാനം. ഇതുണ്ടാവുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താണ് വീട്ടില് ചെലവൊക്കെ അതിനോട് കഴിഞ്ഞു പോവാരി? കഴിഞ്ഞു. റേഷൻ കടന്റെ പുറമെ അരി കിട്ടും. എത്ര ആളുണ്ട് വീട്ടിൽ? എത്ര ആളുണ്ട്? 2-3 ആളുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ അരി വിതരണം? കുഴപ്പമില്ലാതെ പോണു. എത്ര വർഷമായി അരി മേടിക്കുന്നുണ്ട്? അരി കുറെ ഒരു 10-12 കൊല്ലൊക്കെ ആയി. എല്ലാവർക്കും ഉപകാരമാണ് അരി? അതെ, ഉപകാരമാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെയാ അത്? എത്ര കിലോ അരി കിട്ടും ആഴ്ചയില്? അത് പല സമയത്ത് അരി കോരിനനുസരിച്ചിട്ടാണ് കിട്ടുക. ചിലപ്പോ തോനെ. ജാതി മതഭേദമന്യേ 17,000-ഓളം കുടുംബങ്ങളാണ് ഈ അരി കൈപ്പറ്റുന്നത്. മഹല്ലിലുള്ളവർക്ക് പുറമെ സമീപ പരിസരങ്ങളിലുള്ളവരും അരി വാങ്ങാനെത്താറുണ്ട്. മൂന്നാക്കലെ അരി വിതരണത്തിന് മറ്റെവിടെയും സമാനതകളില്ല. വിശ്വാസികൾ ഉദ്ദിഷ്ടകാര്യത്തിനായി നേർച്ചയാക്കുന്നതാണ് അരി. നിലവിൽ പള്ളിയും മറ്റനുബന്ധ കാര്യങ്ങളും വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലാണ്.
ചാനൽ ന്യൂസ് വളാഞ്ചേരി.